ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്രീ സെബി പഴയാറ്റിലിൻ്റെ ഉടമസ്ഥയിലുള്ള അന്ന സിസ് ഫാമിലെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. ഒട്ടനവധി മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഈ ഫാമിലുണ്ട്. അവയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ആഴ്ചയിൽ. ഏവർക്കും അതൊക്കെ കാണാനായി സ്വാഗതം. സെബി ആടിന്റെ കൂടെ ഇത്രയും പൊക്കത്തിലുണ്ടാക്കുന്നത് അത് ചെലവ് കൂടുതലാണ്. പക്ഷെ ആ ചെലവ് നമുക്ക് വളരെ നിസ്സാരം സമയം കൊണ്ട് തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ. അതായത് ആട് വളർത്തലിലെ വലിയൊരു വരുമാന മാർഗമാണ് ആട്ടുംകാഷ്ടം. അത് ജാതികൾക്കും പിന്നെ തെങ്ങിനും ഒക്കെ ഇടാനായിട്ട് ആൾക്കാർ ഒരുപാട് ആവശ്യപ്പെടുന്നൊരു സമയം. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 50 ചാക്ക് ഉണ്ടെങ്കിൽ 50 ചാക്ക് ചിലവാകും. അത്രയും ബുക്കിംഗ് ഉണ്ട്. ആൾക്കാർ ഇവിടെ അഡ്വാൻസ് പൈസ തന്നാണ് അത് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആട്ടുകാട്ടം വലിയൊരു വരുമാന മാർഗ്ഗമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പിന്നെ ആടുകളുടെ ഒരു സ്വഭാവം, അവർ ചെറിയൊരു ഹൈറ്റ്സിലായാലും അവർ പെട്ടെന്ന് അത് കയറി. അത് ചിലപ്പോൾ പ്രകൃതിഹത്യ അവർ മറ്റ് മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനോ എന്തെങ്കിലും അതായിരിക്കാം അതിൻ്റെ ഒരു. അപ്പൊ ഇവർ എത്രത്തോളം പൊക്കത്തിലാണ് അവർ ആ പൊക്കത്തിലേക്ക് കയറി നിൽക്കാനാണ് അവർക്ക് ഇഷ്ടം. പിന്നെ അതിന്റെ ശാസ്ത്രീയ വശം എനിക്കറിയില്ലെങ്കിലും ആട്ടുമൂത്രത്തിന്റെ ആ ആവി ആടുകൾക്ക് തട്ടരുതെന്ന് കാരണന്മാര് പറഞ്ഞു കേൾക്കാറുണ്ട്. പിന്നെ ആട്ടുംകൂട് മരത്തിന്റെ തട്ടാണ് നല്ലത്. അപ്പൊ ഞങ്ങളിപ്പോ അവിടെ ചെയ്തിരിക്കുന്നത് പനയുടെ ഇത് പൊളിച്ചിട്ടിട്ട് പിന്നെ അടയ്ക്കാമരം പിന്നെ തെങ്ങ് ഇട്ടിട്ട് അപ്പൊ ഈ ഇത്ര ഹൈറ്റിലാവുമ്പോ ഒരാൾക്ക് അടിയിൽ ചെന്ന് ഈ ആട്ടുകാട്ടം മുഴുവൻ അടിച്ചു വാങ്ങിയെടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും പച്ചില അതിനുള്ളിൽ കൊടുക്കില്ല, കൈത്തീര മാത്രം കൊടുക്കും. പച്ചില പുറത്ത് കൊടുക്കും. അപ്പൊ ചില നല്ല പ്യുവർ ആട്ടുകാട്ടം നമുക്ക് അപ്പൊ അത് താഴെ സിമെന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ മൂത്രം വീഴണമെങ്കിൽ അത് ഒഴുകി പോകാനും കാഷ്ടം അവിടെ കിടക്കാനും ഉള്ളത്. എല്ലാ ദിവസവും തൂത്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ഒരാൾക്ക് അടിച്ചെന്ന് അത് ക്ലീൻ ചെയ്യണമെങ്കിൽ തലമുട്ടരുതല്ലോ, അതിനാവശ്യമായ പൊക്കം. അതാണ് അത്രയും പൊക്കത്തിൽ. ഈ കൂട് പണിതിട്ട് ഇപ്പൊ എത്ര കാലമായതാ? ഇതിപ്പോ കുറെ നാളായി. വലിയ മെയിൻ്റനൻസ് ഒന്നും വലുതായിട്ട് ഇല്ലില്ല. ഇടയ്ക്ക് അവര് ഈ മരമൊക്കെ കാര്യം തിന്നും. ആ ഒരു പീസ് മാത്രം റീപ്ലേസ് ചെയ്യും. അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകണം. പിന്നെ ആഹാരം കൊടുക്കലേക്ക് ഈ പ്ലാസ്റ്റിക് പെട്ടിയിലാണ് റെയിൽ വഴി വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇതിലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെല്ലാരും കൂടെ നമ്മുടെ കാലുമ കിടന്ന് വേളം വെച്ച് ആൾക്കാർ വൃത്തിയിടൊക്കെ ചെയ്തു. ഈ ഇല കൊടുക്കുമ്പോൾ താഴെ ഇട്ട് കൊടുക്കാം. അത് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അവർ ഇല പോലും ഇല്ലാതെ അവർ കെട്ടിത്തൂക്കൊന്നും വേണ്ട. പിന്നെ കുറച്ചാളെ സ്ഥലം ക്ലീൻ ചെയ്യും. വെച്ചാൽ ഇവരുടെ കാഷ്ടവും ഇലയൊക്കെ വീഴും. അപ്പം അത് വളമായിട്ട് പറമ്പിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വളരെ ലളിതമായ നല്ല ഒരു സംഭവം. കാരണം നമുക്ക് മുതൽ മുടക്ക് കുറവ്, അതിൽ നിന്ന് പരമാവധി നമുക്ക് ഏണിങ്സ് ഉണ്ടാവണം. ഈ മേഖലയിൽ പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ നമ്മള് വൻ തുക മുടക്കി ഒരു പരിപാടി ചെയ്യുന്നില്ല. കാരണം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൂലിച്ചെലവ്. അത് വലിയൊരു ചെലവാണ്. ഒരാളെ ശമ്പളത്തിന് നമ്മൾ നടത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൂടെ നമുക്ക് ഈ വരുമാനത്തിൽ നിന്ന് ശരിക്കും 40 ആട് മുതൽ ഒരാൾ മതി നോക്കാം. കാരണം പ്രത്യേകിച്ച് വരുന്നില്ല, അവരെ കുളിപ്പിക്കേണ്ടതോ അങ്ങനെയുള്ളതില്ല. പിന്നെ പ്രസവിച്ച ആടുകളെ 2 ദിവസം ആ കുട്ടീനെ കുളിപ്പിക്കാനും
പിന്നെ എന്തെങ്കിലും അസുഖം വന്ന ആളുകളെ മാറ്റി അവരെ പരിചരിക്കാനും ഒരാൾ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരാളുടെ 8 മണിക്കൂർ കാലത്തെ ജോലി ഇതിനകത്ത് വരുന്നില്ല. കുറച്ച് നേരത്തെ ബുദ്ധിമുട്ട്. അപ്പോൾ അതാണ് ഈ സമ്മിശ്ര ഫാമിംഗ് കൊണ്ടുള്ള ഒരു ഗുണം. അതെ. അതെ. ഇത് എന്തെല്ലാം കോഴികളാണ്? ഇത് ഈ കാണുന്നത് BV 380 എന്ന് പറഞ്ഞ മുട്ടക്കോഴി ഇനമാണ്. അത് എൻ്റെ ലൈഫ് പീരീഡ് 380 മുട്ട നമുക്ക് കിട്ടും. 380 മുട്ട എത്ര ദിവസത്തിൽ? അത് 1 വർഷം 2 മാസത്തിനിടയ്ക്ക് കിട്ടും. പിന്നെ ഈ കാണുന്നത് നാടൻ കോഴി ഇനമാണ്. അതിൻ്റെ അപ്പുറത്ത് കരിങ്കോഴിയുണ്ട്, അലങ്കാരക്കോഴി ഇനങ്ങളുണ്ട്. ബാക്കി കോഴി ഇനങ്ങൾ അപ്പുറത്താണ്. കരിങ്കോഴി ഇത് നമ്മൾ നാടൻ മുട്ടയായിട്ട് ഉപയോഗിക്കാവുന്ന അതേ ക്വാളിറ്റി മുട്ടയാണ്. BV 380. ഇത് വെങ്കടേശ്വര ഗ്രൂപ്പിന്റെ ഒരു ബ്രീഡാണ്. കോഴികൾ മുട്ട കൊത്തി കുടിക്കുമോ? പറ്റിയ ചിലത് ബൈ ചാൻസ് എന്തെങ്കിലും ടച്ചായി പൊട്ടി അതിന് കളർ മാറ്റം കണ്ടു കഴിഞ്ഞാൽ അവർ കൊത്തും. എന്തെങ്കിലും കളർ ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ അവർ കൊത്തും. അല്ലെങ്കിൽ പിന്നെ വിറ്റാമിൻസിന്റെ എന്തെങ്കിലും ഉപ്പിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ തീറ്റയിൽ അവർ കൊത്തും. അത് കഴിക്കും. പോൾട്രിയുടെ ലെയറിന്റെ ഫീഡാ? ലെയർ മാഷൻ കൊടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്യണമെന്നല്ല? ഇല്ല, ഞങ്ങൾ റെഡിമെയ്ഡ് മേടിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ്. അത് പ്രൈവറ്റ് പാർട്ടിയിൽ മേടിക്കേണ്ടതിൽ അത് കോസ്റ്റ്ലിയാണ്. അല്ലാതെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കേരള ഫീഡ്സിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല ചീപ്പായിട്ട് കിട്ടാൻ വേണ്ടി പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും. അതുപോലെ കോഴിക്കോട് കിട്ടുന്നില്ലേ? ഇവിടെ ആർക്കും ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി, കിട്ടോ ഇല്ല. അതുപോലെ ഞങ്ങൾ ഇറച്ചിക്കോഴീനെ വളർത്തുന്നുണ്ട്. ഇത് നാടനല്ലേ? ഇത് നാടനാണ്. ഇതിനെത്ര മുട്ട ഇടുമല്ലോ കണക്കുണ്ട്? ഇതിനങ്ങനെ ഇല്ല. ഒരു 40-45 മുട്ട ഇട്ടിട്ട് പിന്നെ നിൽക്കും, ഒരു ഗ്യാപ്പ് വരും. പിന്നെ അങ്ങനെയാണ് 40 മുട്ടയോളം തുടർച്ചയായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പൊരുന്താണെങ്കിൽ അവരെ മാറ്റിയിട്ട്
അത് മറ്റേ വരുന്നില്ല അല്ലേ? അത് വരുന്നില്ല. മുട്ട ഉരുണ്ട് സൈഡിൽ വന്ന് സൈഡിലേക്ക് അത് സ്ലോപ്പ് ഇട്ടിട്ടുണ്ട്. അതിലെ പൂവൻ ഒരു നേരം കൊത്തുകോഴിയെ പോലെ ഇരിക്കുന്നല്ലോ. കൊത്തുകോഴി അല്ലാതെ ഒരു പ്രത്യേകതരം തമിഴ്നാട് സ്റ്റൈലും കോഴിയാണ്. അത് പ്രത്യേകതരം അങ്കവാലയ്ക്ക് ഉണ്ടാവും. ഷോയ്ക്ക് വേണ്ടി ഇട്ടേക്കണത് അത്. ആ കറുത്ത കരിങ്കോഴിയാണോ? ഒന്ന് കരിങ്കോഴിയാണ് അതില്. ബാക്കി എല്ലാം സെയിലായി പോയി. ഇപ്പൊ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. വലുതെല്ലാം. ഈ കരിങ്കോഴി ഒരു പടക്കോഴിക്ക് എന്ത് വിലയുണ്ട് ഇവിടെ? ഇവിടെ 300 രൂപയ്ക്ക് ഒരു കോഴി കൊടുക്കുന്നുണ്ട്. ഒരു കോഴിയെ 300 രൂപ. വലുപ്പം പൂർത്തിയായത്. അതിന്റെ പൂവനോ? അതിന്റെ പൂവന് 450 രൂപ വരും. ശരി. പിന്നെ ചെറിയ കോഴികൾ കരിങ്കോഴി ഉണ്ട്, അതിന് പൈസ കുറവാണ്. എല്ലാവരും കൂടുതലും കുഞ്ഞുങ്ങളെയാണ് വാങ്ങിക്കൊണ്ടുപോകാം. ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങളെ 100 രൂപയ്ക്ക് 100 രൂപ 110 രൂപയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് വളർത്തി എത്ര നാളെ കോഴിയോ? അവർ 3 മാസം കഴിയുമ്പോഴേക്കും കോഴിയാവും. 5 മാസം മുട്ടയിടും. 5 മാസം കഴിയുമ്പോൾ മുട്ടയിട്ട് കൊടുക്കും. ഇത് ബിഗോബ ഇനം ഇറച്ചിത്തറാവ് എന്ന് പറയുന്നതാണ് വെള്ള. അതിനടുത്ത് കാണുന്ന കുട്ടനാടൻ താറാവാണ്. അത് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നതാണ്. ആൺമയിലാണ് അല്ലേ? ആൺമയിലാണ്. ന്യൂസിലൻഡ് വൈറ്റ്. ന്യൂസിലൻഡ് വൈറ്റ്. ഇത് എത്ര കിലോ വരെയൊക്കെ ആവും? ഇത് ഏകദേശം 4 കിലോ വരെ തൂക്കം വരും അല്ലേ? ഇതിനിപ്പോ എന്ത് പ്രായം ഉണ്ടാവും? ഇത് 1 വർഷം.
ഓ അത്രയും പ്രായമായതാ. ഞങ്ങൾ വാങ്ങിച്ചിട്ട് 1 വർഷമായിട്ടുണ്ട്. 1 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇത് സോവിയറ്റ് ചിഞ്ചില എന്ന് പറഞ്ഞ സോവിയറ്റ് ചിഞ്ചില അല്ലേ? ഇത് ഇറച്ചി മുയല. ഇറച്ചി പോലെ തന്നെ. ഇത് എത്ര കിലോ വരും? ഇത് ആ തൂക്കത്തിന് 4 കിലോ 4.5 കിലോ ഒക്കെ വരും അല്ലേ? ഇത് ഏതാണ്ട് 1 വയസ്സോളം ആയത്. 1 വയസ്സ് കഴിഞ്ഞതാണ്. എന്ത് പക്ഷിയാണിത്? ഇത് യമു. ഇത് ഇറച്ചിക്കുള്ളതാണ്. ഇത് മുഖ്യമായിട്ടും റെഡ് മീറ്റാണ് ഇതിന്റെ. ഇറച്ചിക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. റെഡ് മീറ്റുള്ള ഏനാണ് ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന. ഒരെണ്ണത്തിന് എത്ര കിലോ ഒക്കെ തൂക്കം വരും? ഇതൊരു 30-35 കിലോ വരെ തൂക്കം വരും. ഒരു യമൂന് എന്ത് വിലയുണ്ട്? അത് 1 കിലോ ഇതിന്റെ ഇറച്ചിക്ക് 250 രൂപ വരെ വിലയുണ്ട്. തൂക്കം അനുസരിച്ച്. തീറ്റ എന്താ? തീറ്റ സാധാരണ നമ്മൾ പക്ഷികൾ കൊടുക്കുന്ന അതേ തീറ്റ കോഴിക്ക് കൊടുക്കുന്ന അത് ആടിന് കൊടുക്കുന്ന തീറ്റ എന്നെല്ലാം മിക്സ് ചെയ്തിട്ട് പ്രത്യേക തീറ്റ ഉണ്ടാക്കുകയാണ്. അത് ശരി. ഒരുപാട് തീറ്റ വേണ്ടി വരും. തീറ്റ എല്ലാം എല്ലാവർക്കും പ്രത്യേകം റെഡിയാക്കി കൊടുക്കും. ഇവർക്ക് അടുത്ത സീസൺ ആകുമ്പോഴേക്ക് തീറ്റ വരെ മുട്ടയ്ക്കുള്ള തീറ്റയാവും. ഇപ്പം നവംബർ ഡിസംബർ ആകുമ്പോഴേക്ക് വരെ മുട്ടയിടാനുള്ള സീസൺ തുടങ്ങും. എല്ലാവർക്കും ഒരു കൈരളി TV-യുടെ നന്ദി പറയാനായിട്ടാണ് എല്ലാവരും വിളിപ്പിച്ചത്. നിങ്ങളുടെ ഫാമൊക്കെ കണ്ടു, വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളെയും പ്രേക്ഷകർക്കെല്ലാം ഒന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ദയവായിട്ട് ഇവരെ എല്ലാവരെയും പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തും. തീർച്ചയായിട്ടും എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇതെൻ്റെ വൈഫ്, മകൻ. അവൻ്റെ പേരെന്താ? ഏത് ക്ലാസ്സിലാണ്? ഇത് സുഹൃത്തിൻ്റെ മക്കളാണ് രണ്ടുപേരും. അവർ അയർലൻഡിൽ ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അത് ശരി. ജീഷ ഇപ്പോൾ ഇവിടെ ഉള്ളതിലെ ഏറ്റവും ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ആൾക്കാണ് യഥാർത്ഥത്തിൽ ഫാമിൻ്റെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ. അടുത്ത ആൾ രമണി. അവർ 3 ആഴ്ചയുള്ള ഇവിടെ തുടങ്ങിയിട്ട് അവർ നേപ്പാളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർ കർമ്മക്കാരാണ്. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു കാരണവർ സ്ഥാനത്ത് നിൽക്കുന്ന ജോണി ചേട്ടനെ ഞങ്ങൾ അപ്പോൾ ആള് ഡയറി ഫാമിലാണ് കൂടുതൽ ആള് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈഡ്രോപോണിക് മെഷീൻ്റെ കാര്യങ്ങളും ആള് കൂടുതൽ കൈകാര്യം ചെയ്യുന്നു. അതിനപ്പുറത്തേക്കുന്നത് മിസ്റ്റർ ബോബൻ, ആളാണ് ഫാമിൻ്റെ മാനേജർ. പ്രഭു, ആള് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളാണ്. അനാസിസ് ഫാമിൻ്റെ പ്രധാന പ്രവർത്തകരെ എല്ലാം ഇപ്പോൾ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഇനി കുറച്ച് പേരും കൂടിയൊക്കെ ഉണ്ട് അല്ലേ? സ്ഥിരമായിട്ട് എത്രയാണ്? ഏതായാലും നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ഫാമിനെ സുന്ദരമായ ഒരു ഫാമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1-2 വർഷം കൊണ്ട് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഭാവഭാവാദികളൊക്കെ ഒരുപാട് മാറും. ഒരുപാട് സുന്ദരമായിട്ട് വരും. അങ്ങനെ വരട്ടെ എന്ന് കൈരളി TV ആശംസിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.